പല പ്രീ പ്രൈമറി സ്കൂളുകളിലും പല അധ്യാപികമാരും പല അധ്യാപകരുമൊക്കെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം നോയിഡയിൽ നിന്ന് ഒരു ഡേ കെയറിൽ നടന്ന സംഭവം നമ്മളൊക്കെ കണ്ടതാണ്. ഒരു പിഞ്ചു കുഞ്ഞിനെ ഡേ കെയറിലെ അറ്റൻഡർ ഉപദ്രവിക്കുന്നതൊക്കെ. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് കൊല്ലത്ത് തലവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഗവൺമെൻറ് UP സ്കൂളിലെ ഒരു താൽക്കാലിക അധ്യാപിക, അവരുടെ പേര് സ്മിജ സുരേഷ് എന്നാണ് അവരുടെ പേര്. അവർക്ക് 12,500 രൂപയാണ് ശമ്പളം. അവരെ ഇക്കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടു. സ്മിജ സുരേഷ് എന്ന് പറയുന്ന അധ്യാപികയെ അവർ പിരിച്ചുവിട്ടു. താൽക്കാലിക ജീവനക്കാരി ആയതുകൊണ്ട് സർക്കാരിൻ്റെ നൂലാമാലകളൊന്നുമില്ല. PTA മീറ്റിംഗ് കൂടി PTA പ്രസിഡന്റിന് തീരുമാനിക്കാം, ഇവർ നമുക്ക് വേണ്ട, കാരണം താൽക്കാലിക ജീവനക്കാർ അങ്ങനെയൊക്കെയാണല്ലോ നിയമിക്കുന്നത്. അങ്ങനെ സ്മിജ സുരേഷിനെ പിരിച്ചുവിട്ടു. സ്മിജ സുരേഷിനെതിരെ നിരവധി ആരോപണങ്ങളാണ്. ഒരു സ്ത്രീക്കെതിരെ, ഒരു ടീച്ചറിനെതിരെ നിരവധി ആരോപണങ്ങളാണ്. ആരോപണങ്ങൾ കൊന്നുകൂടിയപ്പോഴാണ് ഇവരെ പുറത്താക്കുന്നത് എന്നാണ് PTA വാദം. അവരുടെ വാദം അതാണ്. അവരുടെ മീറ്റിംഗ് കൂടി രക്ഷിതാക്കളെല്ലാം പരാതി പറഞ്ഞു. അത് സഹിക്കാൻ പറ്റാത്തതിലപ്പുറമായി, നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നതിലും അധികമായതുകൊണ്ടാണ് ഈ സ്മിജ സുരേഷിനെ പിരിച്ചുവിടുന്നത് എന്നാണ് PTA വാദം. എന്തൊക്കെയാണ് ഇവർക്കെതിരെയുള്ള ആരോപണങ്ങൾ? ഒന്ന്, സ്മിജ ക്ലാസ് റൂമിൽ ഫോൺ ഉപയോഗിക്കുന്നു. അതൊരു ഗുരുതരമായ കുറ്റമാണ്. പല സ്കൂളുകളിലും ഫോൺ ഉപയോഗിക്കുന്ന അധ്യാപികമാരുണ്ട്. ചില സ്കൂളുകളിൽ അത് ഉപയോഗിക്കാൻ പാടില്ലെന്ന് കർശന നിർദ്ദേശമുള്ള സ്കൂളുകളിൽ പോലും ഉപയോഗിക്കുന്നു. കാരണം ഇപ്പോൾ ഇയർഫോൺ ചെവിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് ബ്ലൂടൂത്ത് വഴി സംസാരിക്കുകയും വീഡിയോ കാണുകയും ഒക്കെ ചെയ്യുന്ന അധ്യാപകരുണ്ട്. പിള്ളേർക്ക് എന്തെങ്കിലും അസൈൻമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളത് എഴുതൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചർ ഇവിടെ ഇരുന്ന് മൊബൈലിൽ കളിക്കുകയാണോ എന്നൊന്നും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. പ്രൈവറ്റ് സ്കൂളുകളിലുമുണ്ട്, എയ്ഡഡ് സ്കൂളുകളിലും മാനേജ്മെൻറ്റ് സ്കൂളുകളിലും ഇങ്ങനെ മൊബൈൽ ഫോൺ ജ്വരമൂത്ത ടീച്ചർമാർ ധാരാളമുണ്ട്. അവരെയൊക്കെ കുട്ടികളോട് അവർക്കുള്ള കമ്മിറ്റ്മെൻറ്റ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ചെറിയ ക്ലാസ്സിൽ മാത്രമല്ല, വലിയ ക്ലാസ്സിലുള്ള അധ്യാപകരും അധ്യാപികമാരും ഒക്കെ മൊബൈൽ അഡിക്റ്റുകളാണ്. അവരെങ്ങനെ കുട്ടികളെ ഉപദേശിക്കും, നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് ഉപദേശിക്കുമെന്നൊക്കെ നമുക്ക് മൂക്കത്ത് വിരൽ വെച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ഈ സ്മിത സുരേഷിനെതിരെയുള്ള ഒന്നാമത്തെ ആരോപണം മൊബൈൽ ഫോൺ ഉപയോഗിച്ചു. രണ്ടാമത്തെ എന്താണ്? പരാതി. തനിക്കെതിരെ ഏതെങ്കിലും രക്ഷിതാക്കൾ പരാതി പറഞ്ഞാൽ അവരെ ഞാൻ ജയിലിൽ കയറ്റും എന്ന് പ്രീ പ്രൈമറി കുട്ടികളോട് ഈ ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് പറയും. ഞാനിങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു, ഞാൻ നിങ്ങളെ ശരിക്ക് പഠിപ്പിക്കുന്നില്ല, അത് ഏതെങ്കിലും രക്ഷിതാക്കൾ എനിക്കെതിരെ ഇനി പരാതിയുമായി ചെന്നു കഴിഞ്ഞാൽ ഞാൻ അവരെയൊക്കെ ജയിലിൽ കയറ്റുമെന്ന് ഈ സ്മിജ സുരേഷ് പറഞ്ഞു. രണ്ടാമത്, സർക്കാരിൻ്റെ വർണ്ണക്കൂടാരം പദ്ധതിയൊക്കെ ഉണ്ടല്ലോ, കുട്ടികൾക്ക് വേണ്ടിയുള്ള വർണ്ണക്കൂടാരം പദ്ധതി, അതിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് ഒന്നും പ്രവർത്തിക്കുന്നില്ല വർണ്ണക്കൂടാരം. മറ്റൊന്ന്, കുട്ടികൾ പോകുന്നതിന് മുമ്പേ ഈ ടീച്ചർ വീട്ടിൽ പോകും. സ്കൂളിൽ നിന്ന് കുട്ടികൾ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അധ്യാപകർ പോകാവൂ എന്നാണ് ഒരു അലിഖിത നിയമം, അല്ലെങ്കിൽ അതിന് പെർമിഷൻ എടുത്ത് പോകണം. പക്ഷേ കുട്ടികൾ ഇറങ്ങിക്കഴിയുന്നതിന് മുന്നേ തന്നെ ടീച്ചർ 3:30 ബെല്ലടിക്കുമ്പോൾ ടീച്ചർ ആദ്യം ബാഗും ഭാണ്ഡവും എടുത്തുകൊണ്ട് ഓട്ടം. ഇതാണ് ഒരു പരാതി. അടുത്തത്, സ്മാർട്ട് ക്ലാസ് റൂം ഉപയോഗിക്കുന്നില്ല. പ്രീ പ്രൈമറിക്ക് സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഏത് തരത്തിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് തിട്ടമില്ല, വ്യക്തമല്ല. എങ്കിലും സ്മാർട്ട് ക്ലാസ് റൂം ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെ 5 പരാതികൾ. ഇത് ഒന്ന് ഗുരുതരമാണ്, മൊബൈൽ ഫോൺ ഉപയോഗം. 2, രക്ഷിതാക്കളെ ജയിലിൽ കയറ്റുമെന്ന് പറഞ്ഞ ആരോപണം. 3, വർണ്ണക്കൂടാരം സർക്കാരിൻ്റെ പദ്ധതിയിൽ പ്രവർത്തിക്കാത്തത്, ഇനിഷ്യേറ്റീവ് എടുക്കാത്തത്. 4, നേരത്തെ ഇറങ്ങി ഓടുന്നത്. 5, സ്കൂൾ പദ്ധതികൾ, അതായത് സ്കൂളിൻ്റെ തന്നെയുള്ള പദ്ധതികളിൽ കുട്ടികളെ ശരിയായ വണ്ണം ട്രെയിൻ ചെയ്യിക്കാതെ, കുട്ടികളെ പരിശീലിപ്പിക്കാതെ മുങ്ങിക്കളയുന്നത്. ഇതൊക്കെയാണ് ഇവർക്കെതിരെയുള്ള ആരോപണം. സ്മാർട്ട് ക്ലാസ് റൂം ഉപയോഗിക്കാത്തത് ഉൾപ്പെടെയുള്ള ആരോപണം. അത് ഗുരുതരമായ ആരോപണങ്ങളാണെന്ന് കണ്ടാണ് PTA ഇവരെ പുറത്താക്കിയത്. ഇതാണ് വാർത്ത. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയുന്നത് സ്മിജ സുരേഷ് അത്തരക്കാരിയല്ല. സ്മിജ സുരേഷ് അവിടെ ഒരു അധ്യാപിക, ഈ PTA ഇഷ്ടക്കാരായ ഒരു അധ്യാപിക അവിടെ ഒരു കുഞ്ഞിനെ അടിച്ചു. കുഞ്ഞിനെ മർദ്ദിക്കുന്നത് ഇവർ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്തു. ഈ സ്മിജ സുരേഷ് മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്ത് അവിടുത്തെ പ്രഥമ അധ്യാപികയെ കൊണ്ട് കാണിച്ചു. ഇതാണ് അവിടെ നടന്നത് എന്ന് കാണിച്ചു. തെളിവ് സഹിതമാണ് ഇത് കാണിച്ചത്. അപ്പോൾ നടപടി എടുക്കേണ്ടത് ആർക്കെതിരെയായിരുന്നു? ആ കുഞ്ഞിനെ തല്ലിയ അധ്യാപികയ്ക്കെതിരെ. കുഞ്ഞിനെ തല്ലിയ അധ്യാപികയെ കൈയോടെ പൊക്കിയ സ്മിജ സുരേഷിനെ പുറത്താക്കാൻ ഇല്ലാത്ത കാരണങ്ങൾ. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പ് വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഏതായാലും ഞങ്ങളുടെ ഗ്രൗണ്ട് റിപ്പോർട്ടർ ബിലു അവിടെ പോയിട്ടുണ്ട്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ ബിലുവും കൂടി നിങ്ങളോട് പങ്കുവെക്കും.